ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അരക്കപ്പ് ശർക്കരയിലേക്ക് അരക്കപ്പ് തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ ശർക്കരയെല്ലാം നമുക്കിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരാവുന്നതാണ്. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി അരിച്ചിട്ട് ഇതുപോലെ മുഴുവനായിട്ടും അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, കൂടെ അല്പം ഉപ്പ്, ഇനി അരക്കപ്പ് ചിരവിയ തേങ്ങ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കൂടെ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വറുത്ത പച്ചരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്കെല്ലാം എടുക്കുന്ന ഈ ഒരു പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇത് മറ്റൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ കാഷ്യൂം ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ വലിയ ചൂടങ്ങ് മാറിയതിന് ശേഷം കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം വാട്ടിയെടുത്ത വാഴയിലയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് വാഴയില ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാവുന്നതാണ്. എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ആവിയിലൊരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അട നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.